LDF കൺവീനർ EP ജയരാജന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ. തന്നെ അറിയില്ലെന്ന് EP ജയരാജന് പറയാൻ കഴിയില്ലെന്നും EPയുമായി തനിക്ക് നേരത്തെ പരിചയമുണ്ടെന്നും നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പത്മജയെ EP LDFിലേക്ക് ക്ഷണിച്ചത് തന്റെ ഫോണിലൂടെയാണെന്ന് നന്ദകുമാർ പറഞ്ഞു. ദീപ്തി മേരി വർഗീസിനെയും തന്റെ സാന്നിധ്യത്തിൽ EP ജയരാജൻ കണ്ടിരുന്നുവെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. LDF കൺവീനറായ EP ജയരാജന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 3 തവണ പത്മജയുമായി LDF പ്രവേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെന്നാണ് നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. BJPയിലേക്ക് ചേരുന്നതിന് മുൻപ് തനിക്ക് LDFിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുള്ളതായി പത്മജ വേണുഗോപാൽ നേരത്തെ വ്യക്തമാക്കിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെ തുടർന്നാണ് അന്ന് LDFിന് വേണ്ടി പത്മജയ്ക്ക് ഇടനിലക്കാരനായി നിന്നു എന്ന് അവകാശപ്പെടുന്ന നന്ദകുമാർ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. പ്രതീക്ഷിച്ച സൂപ്പർ പദവി കിട്ടാത്തതുകൊണ്ടാണ് പത്മജ വേണുഗോപാലിന്റെ LDF പ്രവേശം മുടങ്ങിയത് എന്നാണ് TG നന്ദകുമാർ പറയുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു. അങ്ങനെ EP ജയരാജൻ പത്മജയോട് സംസാരിക്കാൻ പറഞ്ഞു. ആദ്യം ആവശ്യപ്പെട്ടത് അന്നത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കെതിരായി വന്ന വീഡിയോ കമന്റിനെതിരെ പ്രതികരിക്കാനാണ്. അത് പത്മജ ചെയ്തു. പത്രങ്ങളിലും ഇതിന്റെ വാർത്ത വന്നിരുന്നു. LDFിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ ഇടതുമുന്നണി കണ്ടെത്തി. പക്ഷേ ആ പൊസിഷൻ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അവരൊരു സൂപ്പർ പൊസിഷനാണ് ഉദ്ദേശിച്ചിരുന്നത്. വനിതാ കമ്മീഷൻ പോലൊരു പൊസിഷൻ പോരാ എന്നവർക്ക് തോന്നിക്കാണും. അവർ ആവശ്യപ്പെട്ടതല്ല, പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയതാണ് കാര്യമെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണവും EP ജയരാജൻ നിഷേധിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമില്ല എന്ന് LDF കൺവീനർ വ്യക്തമാക്കിയിരുന്നു. രാജീവ് ചന്ദ്രശേഖരെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല, ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ജയരാജൻ പറഞ്ഞു. ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് മുഴുവൻ VD സതീശന് സൗജന്യമായി നൽകുമെന്നും EP ജയരാജൻ വ്യക്തമാക്കി. കഴിഞ്ഞ 15-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി. അത് VD സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി EP ജയരാജന് ബിസിനസ് ഇടപാടെന്നാണ്. ആദ്യം VD സതീശൻ മനസ്സിലാക്കേണ്ടത്, VD സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. VD സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്നാൽ ഞാൻ അപ്പോൾ ഒപ്പിട്ട് കൊടുക്കാം. എനിക്ക് എന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല. അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നേ ഉള്ളൂ. ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ്. അതാണ് എനിക്കുള്ള ഏക ഷെയർ. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭാര്യയുടെ പേരിലുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും VD സതീശൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം. ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആര്, ഡയറക്ടർമാരാര്, വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുക. അത് നെറ്റിൽ എപ്പോഴും അടിച്ചാൽ കാണില്ലേ? ഓരോരുത്തരെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ചും നെറ്റിലില്ലേ? എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത്? VD സതീശനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. VD സതീശനെ കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായി MLA ആയിട്ടുള്ള സഖാവ് അൻവർ
ഒരു 150 കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ? ആ സഭയിൽ വി ഡി സതീശൻ ഉണ്ടായില്ലേ? വി ഡി സതീശനെ നിഷേധിക്കാൻ സാധിച്ചോ? ഒരു വാക്ക് പറഞ്ഞു. ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി, അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? വി ഡി സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത്? അനധികൃതമായി 150 കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ. അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കമ്മിറ്റികൾ കൊടുത്തു. ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക്. അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം. ഞാനിപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വീട് നിർമ്മാണവും വിദേശ ഫണ്ട് പിരിവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനപ്പുറവുമുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആക്ഷേപം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വി ഡി സതീശൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. വസ്തുതയുണ്ടോ? ഞാനുമായിട്ടൊരു ബന്ധം ഒരു തരത്തിൽ പരിചയം ടെലിഫോണിൽ വരെ ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം.